ഇന്ന് നമ്മുടെ വീട് കാണാം. നമ്മൾ 3 ബെഡ്റൂം ഹൗസ് എങ്ങനെയാണ് 5 ബെഡ്റൂം വീടാക്കി മാറ്റിയത് നോക്കാം. അതേപോലെ തന്നെ മോർഗേജ് ഫ്രീ ആയത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമ്മുടെ പുറമേ നിന്നുള്ള വ്യൂ ആണ്. വീട് നിർമ്മിച്ച സമയത്ത് പഴയ റൂഫായിരുന്നു നമ്മുടേത്. അതിന് ഓടുകളെല്ലാം നമ്മൾ മാറ്റി, ആ റൂഫ് ടൈൽസ് കംപ്ലീറ്റ് നമ്മൾ ചേഞ്ച് ചെയ്തു. അതിനുശേഷം ഇപ്പൊ ഒരു പുതിയ ലുക്ക് തന്നെയാണ് നമ്മുടെ വീടിന് ലഭിക്കുക. എൻഡോ ടെറസ് ഹൗസ് ആണ് നമ്മുടേത്. പുറമേയുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ ചേഞ്ച് ചെയ്യുകയാണ് ചെയ്ത്. 1 മിനിറ്റ് നടന്നാൽ ലണ്ടനിലോട്ടുള്ള റോഡാണ്. അടുത്ത് തന്നെയായിട്ടുള്ള ആ സ്ട്രീറ്റിലാണ് നമ്മുടെ വീടുള്ളത്. നമ്പർ 10 ആണ് നമ്മുടെ വീട്. വീടിന്റെ ഉള്ളിൽ നമുക്കിപ്പോൾ കാണാം. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് നമ്മൾ 3 ബെഡ്റൂം ഹൗസ് 5 ബെഡ്റൂം ആക്കി മാറ്റിയതെന്ന് നോക്കാം. ലണ്ടനിൽ 7 ലക്ഷം പൗണ്ടിന്റെ വീട്, ഇന്ത്യൻ രൂപയിൽ 7 കോടി രൂപയുടെ വീട്. നാട്ടിലാണെങ്കിൽ ഇതിനേക്കാൾ എത്രയോ ഇരട്ടി വലിപ്പത്തിലും സൗകര്യങ്ങളിലുമുള്ള വീട് നിർമ്മിക്കാം. ഇപ്പൊ നമ്മൾ വീട് വാങ്ങിയതിനു ശേഷം പ്രധാന വർക്കുകൾ ചെയ്തത്, ഒന്ന് ഡ്രൈവേ നമ്മൾ ചേഞ്ച് ചെയ്തു. ഡ്രൈവേ ഇവിടെ എല്ലാം ചണൽക്കല്ലുകളായിരുന്നു ആദ്യ സമയത്ത് നമ്മുടെ ഡ്രൈവേയിൽ ഉണ്ടായിരുന്നത്. അത് മാറ്റി. അതിനുശേഷം പിന്നെ നമ്മുടെ വിൻഡോസ് മാറ്റി. അതുകൂടാതെ പ്രധാനമായിട്ടും പുറമേയുള്ള വർക്കുകൾ നമ്മൾ ചെയ്തത് ഇതുപോലെ വീട് ഇൻസുലേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇൻസുലേഷന് വേണ്ടിയിട്ട് വീടിന് ചുറ്റും പ്രത്യേക ഇൻസുലേഷൻ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് ഇൻസുലേറ്റ് ചെയ്തു. അതിനുശേഷം ഇപ്പൊ വീടിന്റെ ഉള്ളിൽ നന്നായിട്ട് ചൂട് നിലനിൽക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇത് നിർമ്മിച്ചിട്ടുള്ളത്. വീടിനുള്ളിലോട്ട് തണുപ്പ് വരാത്ത രീതിയിലാണ് ഇൻസുലേഷൻ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ UK വീടുകളുള്ളവരാണെങ്കിൽ എനർജി സേവ് ചെയ്യുന്നതിന് വേണ്ടി ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഇൻസുലേഷൻ ചെയ്യുക എന്നുള്ളത്. അതുകൂടാതെ നമ്മുടെ എല്ലാ വിൻഡോസും, വീടിന്റെ മുഴുവൻ വിൻഡോസും നമ്മൾ ചേഞ്ച് ചെയ്തു. അത് ഡബിൾ ഗ്ലേസിംഗ് വിൻഡോസ് ആക്കി മാറ്റി. മുൻപ് ഡബിൾ ഗ്ലേസിംഗ് വിൻഡോ തന്നെയായിരുന്നു നമ്മുടെ വീടിനുണ്ടായിരുന്നെങ്കിൽ അത് പഴയ ക്വാളിറ്റിയിലുള്ളതായിരുന്നു. അത് പുതിയ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള ലേറ്റസ്റ്റ് വിൻഡോസും ഡോർസും ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ വിൻഡോസ് നിർമ്മിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇതുപോലെ അഴികൾ നിർമ്മിക്കാനായിട്ട് സാധിക്കില്ല. ഫയർ സ്റ്റാൻഡേർഡ് അനുസരിച്ച് വിൻഡോസ് തുറന്ന് ഡോറിലൂടെ പുറത്തിറങ്ങുന്നത് പോലെ തന്നെ വിൻഡോസിലൂടെ പുറത്തിറങ്ങാവുന്ന രീതിയിലാണ് ഫയർ ആൻഡ് സേഫ്റ്റി റൂളുകൾ അനുസരിച്ചാണ് വിൻഡോസ് നിർമ്മിക്കേണ്ടത്. അതിനാണ് നിയമം അനുവദിക്കുന്നുള്ളൂ. ഇതിപ്പോ 2 ആഴ്ച മുമ്പാണ് നമ്മൾ ഈ ഡോർ മാറിയത്. ഇപ്പൊ പഴയ ഡോറായിരുന്നു. അപ്പൊ അതിനുശേഷം നമ്മൾ പുതിയ അംഗ്ലിയൻ ഡോറുകളാണ് ഇപ്പോൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഡോറിന്റെ പ്രത്യേകത ഹൈ സേഫ്റ്റിയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും ഡോർ തുറന്നുള്ളിൽ കയറുകയാണെങ്കിൽ ഡോർ കമ്പനി നമുക്ക് 5000 പൗണ്ട് സ്ട്രേറ്റ് അവേ തരുന്ന രീതിയിലുള്ള ഇൻഷുറൻസ് കൂടിയാണ് അവർ നൽകുന്നത്. അത്രയും ഗ്യാരണ്ടിയുള്ള ഡോറാണത്. അത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡോറാണ്. ഈ ഡോറിന് നമുക്ക് ചിലവായത് ഏകദേശം 12,500 പൗണ്ടാണ്. ഡോറും പാനലുകളും ഒക്കെ ചേഞ്ച് ചെയ്യുന്നതിന് നമ്മൾ സ്പെൻഡ് ചെയ്തത്. നമ്മൾ കയറി വരുമ്പോൾ ഇതുപോലെയാണ്. ഒരു ചെറിയ പോർച്ച് ഉണ്ട്. UK വീടുകൾ ഇതേപോലെയാണ്. അതിനുശേഷമാണ് രണ്ടാമത്തെ ഡോർ ഉള്ളത്. 2 ഡോറുകളാണ് UK വീടുകൾക്ക് ഇതേപോലെയുള്ളത്. നേരത്തെ നമ്മുടെ മെയിൻ ഡോർ ഇതായിരുന്നു. പഴയ വീടുകൾക്കൊക്കെ മെയിൻ ഡോർ ആയിട്ടുള്ളത് ഇതേപോലെ രണ്ടാമത്തെ ഡോറാണ്. എന്നാൽ ഇപ്പോൾ പുതിയ സ്റ്റാൻഡേർഡ് അനുസരിച്ച് സേഫ്റ്റിയുടെ ഭാഗമായി ഏറ്റവും പുറമേയുള്ള ഡോറാണ് മെയിൻ ഡോർ ആക്കി മാറ്റുന്നത്. കയറി വരുമ്പോഴേക്കും ഹാൾവേ ആണിത്. ഇവിടെ സൈഡിൽ നമ്മളൊരു പെയിന്റിംഗ് വെച്ചിട്ടുണ്ട്. ഇത് നാട്ടിൽ നിന്ന് വാങ്ങിയ പെയിന്റിംഗ് ആണ്. ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ഫ്രെയിം ചെയ്തു. കയറി വരുമ്പോഴുള്ള ഹാൾവേ ആണ്. മുൻപ് നമ്മൾ വീട് വാങ്ങിയ സമയത്ത് ഇവിടെ കാർപ്പറ്റ് ആയിരുന്നു ഇട്ടിരുന്നത്. അപ്പൊ ആ കാർപ്പറ്റ് മാറ്റി വൈനൽ ഫ്ലോറുകളും ലാമിനേറ്റഡ് ഫ്ലോറുകളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആന്റി സ്ലിപ്പറി ഫ്ലോർ ആണ് നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ചിട്ടുള്ളത്. റിനോവേറ്റ് ചെയ്താണ് സ്റ്റെപ്പുകളും. വീട് വാങ്ങിയ സമയത്ത് കാർപ്പറ്റ് ആയിരുന്നു സ്റ്റെപ്പിൽ ഉപയോഗിച്ചിരുന്നത്. കാർപ്പറ്റിന്റെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് തെന്നി വീഴാനുള്ള സാധ്യത വളരെയധികമാണ്. പ്രത്യേകിച്ചും നൈലോൺ കാർപ്പറ്റുകളാണ് UK ബഹുഭൂരിപക്ഷം വീടുകളിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഓരോ വർഷവും 700-ലധികം പേരാണ് സ്റ്റെപ്പിൽ നിന്ന് തെന്നി വീണ് മരിക്കുന്നത്. 2.5 ലക്ഷത്തിലധികം പേരാണ് സ്റ്റെപ്പുകളിൽ നിന്ന് ഓരോ വർഷവും വീഴുന്നത്. അതിൽ തന്നെ 43,000-ലധികം പേർക്ക് ഹോസ്പിറ്റൽ അഡ്മിഷൻ വേണ്ടി വരും. NHS ഇതുണ്ടാക്കുന്ന കോസ്റ്റ് 1 ബില്യൺ എന്ന കണക്കാണ് ലേറ്റസ്റ്റ് ആയി വരുന്നത്. വീട് വാങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റെപ്പുകൾ സെക്യൂർ ആക്കി മാറ്റുക. ഇപ്പോൾ ധാരാളം ആന്റി സ്ലിപ്പറി സ്റ്റെപ്പുകളൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതേപോലെ സ്റ്റെപ്പ് വാങ്ങി നമ്മളത് ചേഞ്ച് ചെയ്യാണ് നല്ലത്. നമ്മളിപ്പോ സ്റ്റെപ്പ് നിർമ്മിച്ചതിന് ശേഷം അതിന് മേലെ വീണ്ടും നമ്മൾ ആന്റി സ്ലിപ്പറി ടേപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. കയറി വരുന്ന ഹാൾവേയില് ഒരു ക്ലോക്ക് വെച്ചിട്ടുണ്ട്. മുകളിൽ 2 ഫ്ലോറുകളുണ്ട്. അപ്പൊ നമുക്ക് 2 ഫ്ലോറുകൾ കാണാം. അപ്പൊ 3 ബെഡ്റൂം ഹൗസ് ആയിരുന്നു നമ്മൾ വാങ്ങിയപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ അത് 5 ബെഡ്റൂം ആക്കി മാറ്റുകയാണ് ചെയ്തത്. അതിന്റെ പ്രോസസ്സുകളൊക്കെ ഞാൻ പറയാം. ഇനി ഇവിടെ 2 ലോഞ്ചുകളാണുള്ളത്. പുതിയൊരു ഫ്ലോർ നമ്മൾ നിർമ്മിച്ച സമയത്ത് ഗവൺമെന്റിന്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് വേണം. അതിന് എഞ്ചിനീയേഴ്സ് വന്ന് നമ്മുടെ വീട് മുഴുവൻ ഇൻസ്പെക്ട് ചെയ്ത് ഫയർ ആൻഡ് സേഫ്റ്റി റെഗുലേഷൻ അനുസരിച്ചാണ് ഡോറുകൾ ഉള്ളത്. ബാക്കി എല്ലാ സേഫ്റ്റി ചെക്കുകളും കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ. നമ്മുടെ ഈ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചു. 3 ബാത്റൂമാണ് നമ്മുടെ വീട്ടിലുള്ളത്. ഇത് ഗ്രൗണ്ട് ഫ്ലോറിലെ ബാത്റൂമാണ്. ഇത് ചെറിയൊരു ബാത്റൂം ആയിരുന്നു നമ്മൾ വാങ്ങിയപ്പോൾ. അത് നമ്മൾ വലുതാക്കി പുനർനിർമ്മിച്ചാണ്. ബാത്ത് ബാക്കി എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നല്ല വിശാലമായിട്ടുള്ളൊരു ബാത്റൂമാണിത്. തണുപ്പ് രാജ്യം ആയതുകൊണ്ട് തന്നെ എല്ലാ റൂമുകളിലും നമുക്ക് റേഡിയേറ്റേഴ്സ് വേണം ഹീറ്റിംഗ് നൽകുന്നതിന് വേണ്ടി. ഇപ്പോൾ ബാത്റൂമിലാണെങ്കിൽ ഇതുപോലുള്ള റേഡിയേറ്റേഴ്സ് ആണ് ഉപയോഗിക്കുക. ക്രോം എഫക്റ്റിലുള്ളതാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ബാത്ത് ഏരിയ അതിൽ വെള്ളം നിറച്ച് കുളിക്കാവുന്ന രീതിയിലാണ്. നമ്മളിപ്പോൾ ഇവിടെ കിച്ചൺ നിർമ്മിച്ച സമയത്ത് പ്ലാനിംഗ് പെർമിഷനോട് കൂടി നമ്മൾ മറ്റൊരു ബാത്റൂം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പെർമിഷൻ എടുത്ത് ആർക്കിടെക്ടിന്റെ പെർമിഷനോട് കൂടിയാണ് നമ്മൾ നിർമ്മിച്ചത്. കൗൺസിലിന്റെ എഞ്ചിനീയേഴ്സ് വന്ന് സർട്ടിഫൈ ചെയ്ത് നമുക്ക് തരികയും ചെയ്യും. ആ രീതിയിലാണ് നമ്മൾ കൺസ്ട്രക്ഷൻ ഒക്കെ ചെയ്യുകയാണെങ്കിൽ, പ്രത്യേകിച്ചും എക്സ്ട്രാ ബാത്റൂം ഒക്കെ നിർമ്മിക്കുകയാണെങ്കിൽ അത് കൗൺസിലിന്റെ പെർമിഷനോട് കൂടി നിർമ്മിക്കുക തന്നെയാണ് ഏറ്റവും നല്ലത്. ക്യാബിനറ്റും മിററൊക്കെ നമ്മൾ തന്നെ സെലക്ട് ചെയ്താണ്. ധാരാളം ഡിസൈനുകൾ UK അവൈലബിൾ ആണ്. പ്രത്യേകിച്ചും ബാത്റൂമിന്റെ ഐറ്റംസ് ഒക്കെ വാങ്ങുമ്പോൾ പലപ്പോഴും ബിൽഡേഴ്സിനെ തന്നെ അത് വാങ്ങാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളത് പലപ്പോഴും ഒരു വാങ്ങിയില്ല എന്ന് വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് വാങ്ങുകയാണ് ഏറ്റവും നല്ലത്. വൈറ്റ് കളറും
പിന്നെ ഫ്ലോറിൽ നമ്മൾ ഡാർക്ക് കളറിലുള്ള ടൈൽസ് ആണ് ഫ്ലോറിൽ നൽകിയിട്ടുള്ളത്. പുതിയ ഫയർ ആൻഡ് സേഫ്റ്റി റൂളുകൾ അനുസരിച്ച് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ, വീടിന്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ഫയർ ഡോറുകളാക്കണം. പ്രത്യേകിച്ച് 2 ഫ്ലോറിലധികമുള്ള വീടുകളാണെങ്കിൽ പുതിയ നിയമം അനുസരിച്ച് മിനിമം അരമണിക്കൂറെങ്കിലും ഫയർ റെസിസ്റ്റ് ചെയ്യുന്ന FD30 ഡോറുകളായിരിക്കണം. 44 മില്ലിമീറ്റർ എങ്കിലും മിനിമം തിക്നെസ് ഉണ്ടായിരിക്കണം. നമ്മൾ എല്ലാ ഡോറുകളും മാറ്റി, ബാത്റൂമിന്റെ ഡോറ് സഹിതം മാറ്റി. കാരണം അത് മാറ്റേണ്ട കാര്യമില്ലായിരുന്നെങ്കിലും ആ ഒരു സെയിം പാറ്റേൺ അനുസരിച്ച് നമുക്ക് ആ ഒരു സെയിം ഡിസൈൻ തോന്നുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ ഡോറുകളും മാറ്റിയത്. ഇതാണ് നമ്മുടെ ലോഞ്ച്. പല വീഡിയോകളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇത് ലോഞ്ചും അതിനോട് ചേർന്ന് തന്നെ കിച്ചണും ആ രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പഴയ വീടുകളൊക്കെ ആണെങ്കിൽ പലപ്പോഴും വീട് ഇവിടെ വരെ ഉണ്ടാകാറുള്ളൂ. അതിനുശേഷം നമുക്ക് കൂടുതലായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് പ്രത്യേക പ്ലാനിംഗ് പെർമിഷൻ വാങ്ങി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പണിയാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ രീതിയിലാണ് നമ്മൾ കിച്ചൺ നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പൊ ഓരോ രാജ്യങ്ങളിൽ നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ മെമ്മറീസിന് വേണ്ടി പിക്ചേഴ്സ് ഒക്കെയാണ് ഇതുപോലെ വാളിൽ വെച്ചിട്ടുള്ളത്. ഇപ്പൊ ലോഞ്ചിൽ ഒരു സൈഡിലായിട്ട് ഇതുപോലെ പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മളൊരു ചെറിയ മണി പ്ലാന്റ് വാങ്ങിയതായിരുന്നു. അപ്പൊ അത് വളരെ ചെറുതായിരുന്നു. പിന്നെ അത് വളർന്നു വന്നതിന് ശേഷം മറ്റൊരു സ്റ്റിക്ക് കൂടി നമ്മൾ ആഡ് ചെയ്തു. പിന്നെയും അത് വളരാനായിട്ട് ആരംഭിച്ചപ്പോൾ നമ്മളൊരു കയറ് കെട്ടിക്കൊടുത്തു. ഇത് ലോഞ്ചിന്റെ മറ്റ് സൈഡ് വരെ ഇപ്പോൾ എത്തി. വളരെ നന്നായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് മണി പ്ലാന്റ്. നമ്മുടെ വീടിനുള്ളിൽ വളർത്താം. ഇവിടെ നമ്മളൊരു പിക്ചർ വെച്ചിട്ടുണ്ട്. നാട്ടിൽ നിന്ന് വാങ്ങിയതാണത്. നമ്മളുടെ റൂമിനനുസരിച്ച് നമുക്ക് എത്ര സൈസിലുള്ള സോഫ വേണമെങ്കിലും നമുക്ക് ഓർഡർ ചെയ്യാം. ഇപ്പൊ അത് നമ്മൾ DFSൽ നിന്നാണ് ഈ സോഫ വാങ്ങിയത്. നമുക്ക് ഇഷ്ടമുള്ള അളവിൽ മെഷർമെന്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ചുള്ള സോഫ നമുക്ക് അവര് തന്നെ നിർമ്മിച്ചു നൽകുകയാണ് ചെയ്യുക. ഇത് 1 വർഷമായ പൂക്കളാണ്, ഒറിജിനലാണ്. ഇതിപ്പോ ആരോ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് അയച്ചതാണ്. ഇപ്പൊ ആരാണെന്ന് ഇതുവരെ അറിയില്ല. സ്പെഷ്യലായിട്ട് പ്രോസസ് ചെയ്ത ഒറിജിനൽ പ്രോസസ് ആണ്. നമ്മൾ ഈ വീട് വാങ്ങിയപ്പോൾ 3 ബെഡ്റൂം ഹൗസ് ആയിരുന്നു. ഇതിന്റെ ഈ ബ്രിക്കും ഫ്ലോറും ഒഴികെ ബാക്കി കംപ്ലീറ്റ് നമ്മൾ റിനോവേറ്റ് ചെയ്തതാണ്. മാസങ്ങളോളം വർക്കേഴ്സ് ജോലി ചെയ്തതിനു ശേഷമാണ് നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ഈ വീട് മാറ്റിയെടുക്കാൻ പറ്റിയത്. ഇവിടുന്ന് 1 മിനിറ്റ് നടന്നാൽ ടൗൺ സെന്റർ ആണ്. അപ്പോൾ വളരെ തൊട്ടടുത്ത് തന്നെ ടൗൺ സെന്ററിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ വീടുള്ളത്. ഒരുപാട് വർക്ക് ഉണ്ടായിരുന്നു. കാരണം UK പഴയ വീടുകളൊക്കെ വാങ്ങുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ കുറെ റിനോവേഷൻ വർക്കുകളൊക്കെ നമുക്ക് ചെയ്യണം. ആദ്യം ചെറിയ ക്യാഷൊക്കെ ആവുള്ളൂ, കുറച്ച് വർക്കുകളൊക്കെ ഉള്ളൂ എന്ന് കരുതി നമ്മൾ തുടങ്ങുമ്പോൾ ധാരാളം വർക്കുകൾ അതിനോടനുബന്ധിച്ചുണ്ടാകും. പ്രത്യേകിച്ചും പഴയ വീടുകളൊക്കെ ആകുമ്പോൾ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറെ നാളത്തെ മാസങ്ങളോളം വർക്ക് ചെയ്യേണ്ടി വന്നു. എല്ലാം തന്നെ നമ്മൾ മാറ്റി. പ്ലംബിംഗ് വർക്കുകള്, ഇലക്ട്രിക് ലൈനുകള്, സ്വിച്ചുകള്, റേഡിയേറ്റേഴ്സ്, ബോയിലറ്, വാളുകളെല്ലാം മാറ്റി പുതിയ പ്ലാസ്റ്റർ ബോർഡുകൾ വെക്കേണ്ടി വന്നു. സീലിംഗ് പുതുതായിട്ട് നമ്മൾ നിർമ്മിച്ചതാണ്. നമ്മുടെ ഐഡിയ അനുസരിച്ച് തന്നെയാണ് സീലിംഗ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. വിന്റർ സമയത്താണെങ്കിൽ നല്ല തണുപ്പായിരിക്കും. ആ സമയത്ത് നല്ലൊരു ചൂട് വീടിനുള്ളിൽ നിലനിർത്തുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും ഇൻസുലേഷൻ ആവശ്യമാണ്. ഉള്ളിൽ നിന്നും പുറമെ നിന്നും ഇൻസുലേഷൻ നമ്മൾ ചെയ്തു. ഈ ഒരു പ്ലാസ്റ്റർ ബോർഡുകളെല്ലാം ഇൻസുലേഷന് മേലെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഈ ബോർഡുകളെല്ലാം വെച്ച് ഭിത്തി നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് പുറമെ നമ്മൾ ഇൻസുലേഷൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു. 2016 ഇവിടെ വീട് വാങ്ങുന്നത്. ഇപ്പോൾ 3 ബെഡ്റൂം ഹൗസ് ആയിരുന്നത് പിന്നെ നമ്മൾ 5 ബെഡ്റൂം ഹൗസ് ആക്കി മാറ്റി. ധാരാളം റിനോവേഷൻ വർക്കുകൾ ചെയ്തു. കിച്ചൺ അഡീഷണൽ ആയിട്ട് നിർമ്മിച്ചു. അതെല്ലാം പ്ലാനിംഗ് പെർമിഷൻ അനുസരിച്ചാണ് നമ്മളത് ചെയ്തത്. ഇപ്പൊ നമ്മൾ ലോഫ്റ്റ് ചെയ്ത സമയത്ത് ലോഫ്റ്റിന്റെ പ്രത്യേക പ്ലാനിംഗ് പെർമിഷൻ വേണം. ഞാൻ ആദ്യം UK വന്ന സമയത്ത് എല്ലാവരും പറഞ്ഞത് ലണ്ടൻ വളരെ എക്സ്പെൻസീവ് ആണ്, ഒരു കാരണവശാലും ലണ്ടൻ ചൂസ് ചെയ്യരുത്, ലണ്ടനിൽ താമസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് ഒന്നും ഉണ്ടാകില്ല തുടങ്ങിയ കാര്യങ്ങളാണ്. ഇപ്പൊ 2016 നമ്മൾ വീട് വാങ്ങിയിട്ട് 7 വർഷങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ മോർഗേജ് കംപ്ലീറ്റ് എനിക്ക് തിരിച്ചടയ്ക്കാൻ പറ്റി. ഇപ്പൊ യാതൊരു മോർഗേജും നമുക്ക് ബാങ്കിലില്ല. എല്ലാ കടവും നമുക്ക് ഇതുപോലെ തന്നെ കംപ്ലീറ്റ്ലി തിരിച്ചടയ്ക്കാൻ പറ്റുന്ന സാഹചര്യം തന്നെയാണ് UK വീണ്ടും പറയാറുണ്ട്, ജീവിതകാലം മുഴുവൻ നമുക്ക് ബാങ്കിലെ കടം തിരിച്ചടയ്ക്കണം. വീട് വാങ്ങിക്കഴിഞ്ഞാൽ വീടിന്റെ മോർഗേജ് അടച്ച് ജീവിതകാലം മുഴുവൻ നമ്മൾ മോർഗേജ് അടയ്ക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിലൊന്നും യാതൊരു യാഥാർത്ഥ്യവുമില്ല. തീർച്ചയായിട്ടും ബാങ്കിലെ മുഴുവൻ കടവും നമുക്ക് അടച്ചു തീർത്ത് മോർഗേജ് ഫ്രീ ആയി നമുക്ക് യാതൊരു കടവും ഇല്ലാതെ മാറാൻ പറ്റും. 2 പേര് ജോലി ചെയ്യുകയാണെങ്കിൽ ഒരാളുടെ ക്യാഷ് സേവ് ചെയ്യുക. ഇത് നമ്മൾ യൂട്യൂബിന്റെ ബട്ടണാണ്. 2 വർഷം മുൻപ് നമുക്ക് കിട്ടിയതാണ്. അതുകൂടാതെ ഒരു സൈഡില് ചെറിയൊരു ക്ലോക്കും വെച്ചിട്ടുണ്ട്. ഇതുപോലെ ലൈറ്റിംഗ് എല്ലാം നമ്മൾ തന്നെ സെലക്ട് ചെയ്തതാണ്. ഇതാണ് നമ്മുടെ കിച്ചൺ. നമ്മൾ കിച്ചൺ നിർമ്മിച്ചതാണ്. നമ്മൾ വീട് വാങ്ങുന്ന സമയത്ത് മിക്ക വീടുകൾക്കും തന്നെ ചെറിയ കിച്ചൺ ആയിരിക്കും. UK ഒരു പൊതു സാഹചര്യം അങ്ങനെയാണ്. പഴയ വീടുകൾക്കൊക്കെ ചെറിയ കിച്ചൺ ആയിരിക്കും, അതല്ലെങ്കിൽ ചെറിയ കൺസർവേറ്ററി ആയിരിക്കും. അത് പൊളിച്ചു കളഞ്ഞ് നമുക്ക് പ്ലാനിംഗ് പെർമിഷനോട് കൂടി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ 6 മീറ്റർ വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് പല കൗൺസിലുകളിലും വ്യത്യാസമാണ്. ഇവിടെ 6 മീറ്റർ വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടുത്തെ ലോക്കൽ ഗവൺമെന്റ് നൽകുന്നുണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്ത് കമ്പ്യൂട്ടറിൽ ഡിസൈൻ ചെയ്ത് നമ്മളുടെ ഐഡിയ അനുസരിച്ച് തന്നെയാണ് നമ്മളിപ്പോൾ കിച്ചൺ നിർമ്മിച്ചിട്ടുള്ളത്. കിച്ചൺ നിർമ്മിക്കുമ്പോൾ നമുക്ക് ഒട്ടേറെ ചോയ്സ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വർക്ക് ടോപ്പുകൾ നിർമ്മിക്കാം. ഇത് നമ്മൾ ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒറിജിനൽ ഗ്രാനൈറ്റ് ആണ് ഏറ്റവും നല്ലത്. നമ്മളുടെ ഐഡിയക്ക് അനുസരിച്ച് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് എക്സാക്ട്ലി ഫിറ്റ് ആവുന്ന രീതിയിൽ അവർ നിർമ്മിച്ചു കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്യുക. ഗാർഡനിലോട്ടുള്ള വ്യൂ ആണ് നമുക്ക് കിച്ചണിൽ നിന്ന് ലഭിക്കുന്നത്. 7 ഹോബ്സ് ഉള്ള ആ ഒരു അടുപ്പാണ് നമ്മൾ വാങ്ങിയത്. അതോടൊപ്പം തന്നെ ഗ്രില്ലിംഗ് വളരെ കോമൺ ആയതുകൊണ്ട് തന്നെ ഗ്രില്ലിങ്ങിനുള്ള ഓപ്ഷൻ, അതുപോലെ പിസ്സ ഒക്കെ നിർമ്മിക്കാനാണെങ്കിലും ചൂടാക്കാനുള്ള സൗകര്യം അതെല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. സൺലൈറ്റ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നതിന് എനർജി സേവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള റൂഫ്, പ്രത്യേകമായിട്ടുള്ള സൺലൈറ്റ് വരുന്ന രീതിയിലുള്ള ഗ്ലാസ് റൂഫാണ് ഒരു സൈഡിൽ 2 സൈഡിൽ കൊടുത്തിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ പകൽ സമയത്ത് നല്ല പ്രകാശമായിരിക്കും കിച്ചണിനുള്ളിൽ. സ്റ്റോറേജ് ഏരിയ നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലരും മുകളിലോട്ട് കുറെ ഫ്രീ സ്പേസ് ഇടാറുണ്ട്. അപ്പൊ അത് ഉപയോഗമില്ലാതെ അവിടെ കിടക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് ആവശ്യത്തിന് അതിന്റെ സീലിംഗിൽ മുട്ടാവുന്ന രീതിയിൽ തന്നെ നിർമ്മിക്കുകയാണ് ഏറ്റവും നല്ലത്. ഡിസൈൻ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതേപോലെ മാക്സിമം സ്റ്റോറേജ് ഏരിയ നമുക്ക് നിർമ്മിക്കാൻ പറ്റും. ഇപ്പൊ കിച്ചണിൽ നമുക്ക് ധാരാളം സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പുറമെ കാണിക്കാതെ എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ധാരാളം സ്പേസ് ആണ് ഇപ്പൊ നമ്മുടെ കിച്ചണിൽ അതുകൊണ്ട് തന്നെ ലഭിച്ചിട്ടുള്ളത്. ഇത് ഇംഗ്ലീഷ് കിച്ചണുകളിലെല്ലാം കാണുന്ന റോയാണ്, വൈൻ റാക്കുകളാണിത്. വൈൻ ബോട്ടിലുകൾ വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിലുള്ള റാക്കുകൾ ഇംഗ്ലീഷ് കിച്ചണുകളിലെല്ലാം നമുക്ക് കാണാൻ പറ്റുക. കിച്ചണിലാണ് നമ്മുടെ ബോയിലർ ഉള്ളത്. വീടിനുള്ളിലോട്ട് എല്ലാ റൂമുകളിലോട്ടുമുള്ള ഹീറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത് എല്ലാ ടാപ്പുകളിലും ചൂടുവെള്ളവും തണുത്ത വെള്ളവും ഈ ഒരു ബോയിലറിലൂടെയാണ് നമുക്ക് ലഭിക്കുക. ഏത് ടാപ്പിൽ നിന്നും വെള്ളം ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കുടിക്കാം. UK ഒരു സിസ്റ്റം അനുസരിച്ച് ഏത് ടാപ്പിൽ നിന്നും നമുക്ക് നേരിട്ട് വെള്ളം കുടിക്കാവുന്ന ആ ഒരു ക്വാളിറ്റി വാട്ടർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൂടാതെ അഡീഷണൽ ആയിട്ട് നമ്മുടെ ബോയിലറും ഫിൽറ്റർ ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് മിനറൽ വാട്ടറുകളോ ഒന്നും വാങ്ങേണ്ട കാര്യമില്ല. ഡയറക്റ്റ് ആയി നമുക്ക് ഏത് ടാപ്പിൽ നിന്നും നല്ല ക്വാളിറ്റിയുള്ള വെള്ളം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഗ്യാസ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഇവയാണ് പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കുക. ഗ്യാസ് ആണ് ഏറ്റവും നല്ലത്. കാരണം ഹൈ ഫ്ലെയിമിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്യാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഗ്യാസ് തന്നെയാണ്. UK ഗ്യാസ് ലഭിക്കുന്നത് പൈപ്പ് ലൈനിലൂടെയാണ്. നാട്ടിൽ സിലിണ്ടർ വഴിയാണെങ്കിൽ ഗ്യാസിന്റെ ബില്ല് എത്രയാണോ നമ്മൾ ഉപയോഗിച്ചത് അതനുസരിച്ച് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാവുന്ന രീതിയിൽ അങ്ങനെ പ്രത്യേകിച്ച് ബില്ല് അടയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനിവിടെ വന്നിട്ട് ഇപ്പൊ 12 വർഷം കഴിഞ്ഞെങ്കിലും ഇതുവരെ ഒരു മിനിറ്റ് പോലും കറണ്ട് പോയിട്ടില്ല. കാരണം UK ഒരു സിസ്റ്റം അങ്ങനെയാണ്. എന്തെങ്കിലും റിപ്പയർ ഉണ്ടെങ്കിൽ തന്നെ ബൈപ്പാസ് ഇലക്ട്രിസിറ്റി നൽകിയതിനു ശേഷം മാത്രമാണ് അവര് അതിന്റെ വർക്ക് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരിക്കലും കറണ്ടെല്ലാം നമ്മുടെ വീട്ടിൽ ഇതുവരെയും കണ്ടുപോയ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പൊ നമുക്കിവിടെ ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട് കിച്ചണിൽ തന്നെ. പരമാവധി സ്റ്റോറേജ് കിട്ടുന്ന രീതിയിൽ ഈ രീതിയിലാണ് ചുറ്റും നമ്മൾ കബോർഡുകൾ നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിലധികം സ്റ്റോറേജ് ഏരിയ ഉണ്ട്. എല്ലാ ഐറ്റംസും നമുക്ക് ഈ ഒരു കബോർഡിനുള്ളിൽ തന്നെ കീപ്പ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് നമ്മളുടെ ഗാർഡനിൽ നിന്ന് പറിച്ച മത്തങ്ങയാണ്. ഇപ്പൊ ഗാർഡനിൽ നമ്മൾ ഇതുപോലുള്ള മത്തങ്ങയൊക്കെ ധാരാളം ഉണ്ടാകും. ഇതുപോലുള്ള വലിയ മത്തങ്ങ ധാരാളം ഉണ്ടായിരുന്നു. ഇതുപോലെ നമുക്ക് നാട്ടിലെ ഐറ്റംസ് ഒക്കെ കൃഷി ചെയ്യാൻ പറ്റും സമ്മർ സമയത്ത്. ഇനി നമുക്ക് അപ്സ്റ്റേഴ്സ് കാണാം. ഈ സ്റ്റെയർ കൂടാതെ മുകളിലത്തെ നിലയിലോട്ട് മറ്റൊരു സ്റ്റെയർ കേസ് കൂടിയുണ്ട്. നമുക്കിപ്പോ മുകളിലോട്ട് പോകാം. ഇതാണ് ഫസ്റ്റ് ഫ്ലോർ. ഫസ്റ്റ് ഫ്ലോറിൽ 3 റൂമുകളാണുള്ളത്. അപ്പൊ അതിനോട് ചേർന്ന് തന്നെ ബാത്റൂമും ഉണ്ട്, ചെറിയൊരു കോറിഡോറും ഉണ്ട്. ഇനി ഇപ്പൊ നമ്മൾ പുതുതായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ലോഫ്റ്റ് ഇതിന് മുകളിലാണ്. അപ്പൊ അതിലോട്ടുള്ള ലോഫ്റ്റിലോട്ട് പോകുന്നതിനുള്ള സ്റ്റെയർ കേസ് ആണിത്. ഇത് പുതുതായിട്ട് നിർമ്മിച്ചതാണ്. അപ്പോൾ അതിന്റെ സ്റ്റെപ്പുകളും താഴെയുള്ള സ്റ്റെപ്പുകൾ പോലെ തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ആന്റി സ്ലിപ്പറി ലക്ഷറി വൈനൽ സ്റ്റെപ്പുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സ്റ്റെപ്പ് തന്നെയായിട്ട് നമുക്ക് ഇതുപോലെ നിർമ്മിച്ച് വരുന്ന ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണിത് മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ളത്. അതിനുശേഷം അതിന് മുകളിലൂടെ നമ്മൾ ഇതേപോലെ ആന്റി സ്ലിപ്പറി ടേപ്പും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ 3ാമത്തെ നിലയിലോട്ടുള്ള സ്റ്റെപ്പുകളാണ്. സെയിം പാറ്റേൺ തന്നെയാണ് സ്റ്റെപ്പിന്റെ കാര്യത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ കോറിഡോറിൽ നമ്മൾ കൂടുതൽ ലൈറ്റ് നൽകിയിട്ടുണ്ട്. നല്ല ബ്രൈറ്റ് ആണ് ഇപ്പോൾ ഇവിടെ കയറി വരുമ്പോഴേക്കും. ഇപ്പൊ 3ാമത്തെ നിലയിലോട്ട് നമ്മൾ വരുമ്പോൾ അവിടെ ചെറിയൊരു സ്പേസ് പൂക്കളൊക്കെ വെക്കാനും ചെടികളൊക്കെ വെക്കാൻ പറ്റിയ സ്ഥലമുണ്ട്. നമുക്ക് നാച്ചുറൽ ലൈറ്റ് കിട്ടുന്നതിന് വേണ്ടി അതിന് മുകളിലായിട്ട് ഇതുപോലുള്ള ഗ്ലാസ് ഡോർ റൂഫിൽ നൽകിയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ കോറിഡോറിൽ ഇതുപോലുള്ള ലൈറ്റുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ബ്രൈറ്റ് ആണ്. ഇപ്പൊ പകൽ സമയത്താണെങ്കിൽ നാച്ചുറൽ ലൈറ്റ് നമുക്ക് ലഭിക്കും. അതേപോലെ തന്നെ ഈ LED ലൈറ്റുകളും നമുക്ക് ഇവിടെ ഉണ്ട്. ഇവിടെ 2 റൂമുകളും ഒരു ബാത്റൂമുമാണ് ഉള്ളത് 3ാമത്തെ നിലയിൽ. അപ്പൊ നമ്മൾ ഇവിടെ ഗസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ പുതുതായിട്ട് ഇതെല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ്. ഇതൊരു ഗസ്റ്റ് റൂം ആയിട്ട് നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് പ്രധാന റൂമാണ്. ഇപ്പൊ ഏറ്റവും വലിയ റൂം കൂടിയാണിത്. ഇപ്പൊ ഒരു സൈഡിൽ ഇതേപോലെ ഇൻബിൽറ്റ് വാർഡ്രോബ്സ് ആണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതേപോലെയുള്ള വളരെ സോഫ്റ്റ് ക്ലോസിംഗ് ആയിട്ടുള്ള ഡോറുകളാണ് നമ്മൾ അതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂം എടുക്കുന്നതിന് വേണ്ടിയിട്ട് ലോഫ്റ്റ് കൺവേർട്ട് ചെയ്യാണ് ഏറ്റവും നല്ലത്. LED ലൈറ്റുകളാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുപോലുള്ള ധാരാളം ഡിസൈൻ ലൈറ്റുകൾ നമുക്ക് ഇതുപോലുള്ള ഷോപ്പുകളിലൊക്കെ നമുക്ക് കിട്ടും. കുറെ ഏരിയ നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ കൂടിയാണിത്. ഇവിടെ നമ്മളൊരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു ഡബിൾ ബെഡ്റൂം റൂം നമുക്ക് ഇതേപോലെ ക്രിയേറ്റ് ചെയ്യാനാകും. എല്ലാ വർക്കുകളും ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തു. ഇത് കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് ഇതേപോലെയായിരുന്നു. ഇപ്പൊ നമ്മള് വീടിന്റെ മുകളിൽ കയറിയതാണ്. ഇവിടെ ഇതുപോലെ ഇൻസ്റ്റലേഷന്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീട് റിനോവേറ്റ് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. കുറേ മാസക്കാലം നമുക്ക് വലിയ ഡിസ്റ്റർബൻസ് ആയിരിക്കും ഈ ഒരു കൺസ്ട്രക്ഷൻ നമുക്ക് നൽകുന്നത്. വീടിനുള്ളിൽ എപ്പോഴും വലിയ ശബ്ദവും ഇതുപോലെ ഡ്രില്ലിങ്ങിന്റെ ആ ഒരു വർക്കുകളൊക്കെ ആയിരിക്കും നടക്കുക. എപ്പോഴും വർക്കേഴ്സ് ഉണ്ടാകും. 8-10 വർക്കേഴ്സ് ഏത് സമയത്തും വർക്ക് ചെയ്യാനുണ്ടാകും. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് വർക്ക്. ഇപ്പൊ നമ്മൾ മെയിൻ കോൺട്രാക്ടർക്ക് വർക്ക് കൊടുത്താൽ അവർ മറ്റ് പല പ്രൊഫഷണൽസ് ആയിട്ട് വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഓരോ വർക്കുകളും ചെയ്യുന്നത് അതിൻ്റെതായ പ്രൊഫഷണൽസ് ആണ്. നീല കളർന്ന ഒരു കളറാണ് നമ്മൾ വീടിന് വേണ്ടി ചൂസ് ചെയ്തത്. ലൈലാക്ക് കളറാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്.
യുകെയിൽ ഗ്യാസും ഇലക്ട്രിസിറ്റിയും ഒക്കെ വളരെ എക്സ്പെൻസീവ് ആണ്. നമ്മുടെ വീടിനുള്ളിൽ ചൂട് നിലനിർത്തുന്നതിന് വേണ്ടി കൂടുതലായി നമുക്ക് ഗ്യാസ് ഉപയോഗിക്കേണ്ടി വരും വിന്റർ സമയത്ത്. തണുപ്പ് കാലത്ത് വീടിനുള്ളിൽ ചൂട് നിലനിർത്തുന്നതിന് വേണ്ടി ഇതേപോലുള്ള സ്പെഷ്യൽ മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഇൻസുലേഷൻ ചെയ്യുന്നത്. 3 ആഴ്ച കൊണ്ട് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായി ഇൻസുലേഷൻ വർക്കുകളെല്ലാം. ഇൻസുലേഷൻ ചെയ്ത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞാണ് നമ്മൾ ലോഫ്റ്റ് നിർമ്മിക്കുന്നത്, 3ാമത്തെ നില നിർമ്മിക്കുന്നത്. ഇത് വീടിന്റെ മേൽക്കൂര പൊളിച്ചുള്ള ഒരു മേജർ വർക്ക് ആയതുകൊണ്ട് തന്നെ ഏതാനും മാസക്കാലം വീട്ടിൽ താമസിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടായ കാര്യമാണ്. യുകെയിലെ നിയമം അനുസരിച്ച് എന്ത് ജോലി ചെയ്ത് കഴിഞ്ഞാലും യാതൊരു വേസ്റ്റും അതിന് പരിസരത്തായി ഇടാനായി പാടില്ല. അപ്പോൾ തന്നെ അത് റിമൂവ് ചെയ്യണം. നമ്മൾ ഈ വീട് വാങ്ങിയതിനു ശേഷം പുതുതായി ഒരു വീട് നിർമ്മിക്കുന്ന അതേ രീതിയിൽ തന്നെ ഒട്ടേറെ വർക്കുകൾ ചെയ്യേണ്ടി വന്നു. നമുക്കിഷ്ടമുള്ള ഏരിയയിൽ, പ്രത്യേകിച്ചും ലണ്ടൻ ഉൾപ്പെടെയുള്ള സിറ്റികളിൽ വീട് വാങ്ങുമ്പോൾ പഴയ വീടുകളായിരിക്കും ലഭ്യമാവുക. ന്യൂലി കൺസ്ട്രക്ഷൻ ഒക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പഴയ വീട് വാങ്ങി റിനോവേറ്റ് ചെയ്യുകയാണ് മിക്കവരും ചെയ്യുക. വീടിന്റെ വാല്യൂ കൂടുമെന്ന് മാത്രമല്ല നമുക്കിഷ്ടമുള്ള രീതിയിൽ അത് പുനർനിർമ്മിക്കാനുമാകും. തണുത്ത കാലാവസ്ഥയെ അതിജീവിക്കുന്നതിന് വേണ്ടി തടി ഉപയോഗിച്ചാണ് വീടുകൾ നിർമ്മിക്കുന്നത്. ഇൻസുലേഷനും അതോടൊപ്പം നൽകണം. നമ്മുടെ നാട്ടിൽ നിന്നും വ്യത്യസ്തമായി നമ്മളൊരു വീട് നിർമ്മിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ റിനോവേറ്റ് ചെയ്യുകയാണെങ്കിൽ ഗവൺമെന്റിന്റെ കൺട്രോളോടുകൂടി, സൂപ്പർവിഷനോടുകൂടി മാത്രമാണ് നമുക്ക് വീട് നിർമ്മിക്കാനായി സാധിക്കുകയുള്ളൂ. ആദ്യം ആർക്കിടെക്റ്റിന്റെ പ്ലാനോടുകൂടി പെർമിഷൻ ലഭിക്കണം. എഞ്ചിനീയേഴ്സ് വന്ന് സൂപ്പർവൈസ് ചെയ്യുന്നതിനുള്ള ഫീയും നമ്മൾ നൽകണം. വീടിന്റെ ഓരോ നിർമ്മാണ ഘട്ടത്തിലും എഞ്ചിനീയേഴ്സ് വന്ന് ആ വർക്ക് പരിശോധിക്കുകയും അത് ക്വാളിറ്റി ഉള്ളതാണ് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും. ആദ്യം ഈ വീടിന് ഉപയോഗിച്ച ഇൻസുലേഷന് ചെറിയൊരു തിക്നെസ് കുറവായതുകൊണ്ട് അത് മുഴുവൻ മാറ്റി പുതുതായി ചെയ്യാനായി എഞ്ചിനീയേഴ്സ് ആവശ്യപ്പെടുകയായിരുന്നു. അതനുസരിച്ചാണ് വീണ്ടും അവർ നിർമ്മിച്ചത്. നമ്മളിപ്പോൾ B&Q ഷോപ്പിലാണുള്ളത്. ഇപ്പോൾ ഇവിടെ ടൈൽസും അതുപോലെ ബാത്റൂമിൻ്റെ ഐറ്റംസ് ഒക്കെ വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഇതൊരു വലിയ ഷോറൂമാണ്. അപ്പോൾ നമുക്കിവിടെ എല്ലാ ഐറ്റംസും ഉണ്ട്. നമുക്കിപ്പോൾ ലൈറ്റിങ്ങും അതുപോലെ തന്നെ ഷവർ ക്യൂബിക്കിളൊക്കെ സെലക്ട് ചെയ്യാം. ഇതുപോലുള്ള മിററും അതുപോലെ തന്നെ വാഷ് ബേസിനും ഇതാണ്. ഇതേ ടൈപ്പാണ് നമ്മളിപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ബാത്റൂമിൻ്റെ എല്ലാ ഐറ്റംസും. നമുക്കപ്പോൾ ഇതുപോലെ ഇഷ്ടപ്പെട്ട ഏത് ഡിസൈനാണോ അതേപോലെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഷവർ ക്യൂബിക്കിളൊക്കെയാണ് നമ്മൾ ചൂസ് ചെയ്തത്. നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 3-4 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഡെലിവറി അവർ വീട്ടിൽ തരും. യുകെയിൽ ഏതൊരു കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോഴും കൃത്യമായ റെഗുലേഷനിലൂടെ, പെർമിഷനിലൂടെ മാത്രം വർക്ക് ചെയ്യുക. അതല്ലെങ്കിൽ അത് പൊളിച്ചു മാറ്റാനുള്ള ഓർഡർ വരും. ഒരു കാരണവശാലും നിയമങ്ങൾ ബ്രേക്ക് ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ചും ഫയർ ആൻഡ് സേഫ്റ്റി നിയമങ്ങളൊക്കെ വളരെ കർശനമാണ്. ഏതെങ്കിലും തരത്തിലുള്ള വയലേഷൻ ഉണ്ടായാൽ അത് വീടിന്റെ ഇൻഷുറൻസിനെയും ബാധിക്കും. നമ്മുടെ കൺസ്ട്രക്ഷൻ ഒക്കെ കഴിഞ്ഞപ്പോൾ റൂം ഇതേപോലെയായി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ എല്ലാ വർക്കുകളും അവർ ചെയ്തു. ഇവിടെ കബോർഡ് നിർമ്മിച്ചപ്പോൾ ഡോറിൽ മിററാണ് നൽകിയിട്ടുള്ളത്. ഇൻബിൽറ്റ് കബോർഡാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പം സ്ലൈഡിംഗ് ഡോറുകളാണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ധാരാളം കമ്പനികളുണ്ട് കബോർഡുകൾ നിർമ്മിക്കുന്ന. ലോക്കലായിട്ടുള്ള ഒരു, നമ്മുടെ വീടിനടുത്തുള്ള ഒരു കമ്പനി തന്നെയാണ് ഇത് നമുക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ളത്. ഇതാണ് ബാത്റൂം. ഈ ഐറ്റംസ് എല്ലാം നമ്മൾ തന്നെയാണ് വാങ്ങിയത്. ഇപ്പോൾ നമുക്കൊരു ബിൽഡേഴ്സിന് നമ്മൾ കോൺട്രാക്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് വാങ്ങുന്നതിന് പകരം നമ്മൾ തന്നെ നല്ല ക്വാളിറ്റിയുള്ള, ഏറ്റവും ക്വാളിറ്റിയുള്ള ഐറ്റംസ് നമുക്ക് തന്നെ സെലക്ട് ചെയ്യാം. അതിൽ വലിയൊരു വില വ്യത്യാസം ഒന്നും പലപ്പോഴും ഉണ്ടാകാറില്ല. ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉണ്ടാകാറുള്ളൂ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് നമുക്ക് വാങ്ങുകയും ചെയ്യാം. അത് വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ അവർ അതേപോലെ തന്നെ നമുക്കത് ഇൻസ്റ്റാൾ ചെയ്ത് തരികയും ചെയ്യും. ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വിൻഡോസ് തുറക്കുകയാണെങ്കിൽ നമുക്ക് പുറമേയുള്ള വ്യൂ തൊട്ടടുത്ത ടൗൺ സെന്റർ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് സാധനങ്ങൾ വാങ്ങണമെങ്കിലും പ്രധാന സൂപ്പർ മാർക്കറ്റുകളും ഷോപ്പുകളും എല്ലാം തൊട്ട് മുന്നിൽ തന്നെയാണ്. പ്രധാന ലണ്ടൻ റോഡാണ് കാണുന്നത്. അപ്പൊ നമുക്ക് ബസ്സുകളൊക്കെ പോകുന്നത് ഇവിടെ നിന്നാൽ കാണാം. തൊട്ടടുത്ത് തന്നെ അവിടെ വ്യൂ സിനിമ അതുപോലെ പ്രധാന ഷോപ്പിംഗ് സെന്ററുകളെല്ലാം തൊട്ടടുത്ത് തന്നെയാണ്. അപ്പൊ നല്ല തണുപ്പാണ് പുറത്ത്. 3 ഡിഗ്രിയാണ് ഇപ്പോഴത്തെ താപനില. അപ്പൊ പുറത്തേക്ക് നമുക്ക് നോക്കാം. അപ്പൊ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. കടലിലോട്ടുള്ള ഒരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കും. ബെഡ് നമ്മൾ പുതുതായിട്ട് ഓർഡർ ചെയ്തതാണ്. ബെഡ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന്റെ സ്പ്രിങ്ങിന്റെ എണ്ണമാണ്. ഏറ്റവും ചുരുങ്ങിയത് 2000-2500 സ്പ്രിംഗ് ഉള്ള മാട്രസ് ഓർഡർ ചെയ്യാണ് ഏറ്റവും നല്ലത്. അതിൽ ചെറിയൊരു പ്രൈസ് ഡിഫറൻസ് ഉണ്ടെങ്കിലും അത് നമുക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ബെഡ് തീർച്ചയായിട്ടും കൂടുതൽ സ്പ്രിംഗ് ഉള്ള മാട്രസ് ആയിരിക്കും. പുതിയ ഫ്ലോർ നിർമ്മിച്ചപ്പോൾ എല്ലായിടത്തും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ലക്ഷറി വൈനൽ ഫ്ലോർ ആണ്. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാർപ്പറ്റ് ഇടുന്ന സമയങ്ങളിൽ പലപ്പോഴും ഡസ്റ്റ് കൂടുതലാണെങ്കിൽ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാവുന്ന രീതിയിലാണ് ഇതുപോലുള്ള വൈനൽ ഫ്ലോറുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ. ഇപ്പൊ ധാരാളം ഡിസൈനുകളൊക്കെ മാർക്കറ്റിൽ ലഭ്യമാണ്. കാർപ്പറ്റിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് അതിനുള്ളിൽ പൊടിയൊക്കെ ധാരാളം ഉണ്ടാകും. ഇപ്പൊ അലർജി, ആസ്മയൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ബുദ്ധിമുട്ടുകളായിരിക്കും. എന്നാൽ ഇതുപോലുള്ള ഫ്ലോറുകളാണെങ്കിൽ ഡസ്റ്റ് ഒന്നും റൂമിൽ ഉണ്ടാകില്ല. കാർപ്പറ്റ് ആണെങ്കിൽ അധികം നോയിസ് ഒന്നുമില്ല. നടക്കുമ്പോൾ യാതൊരു ശബ്ദമൊന്നും കേൾക്കില്ലെങ്കിൽ ഇത് ഹാർഡ് ഫ്ലോർ ആയതുകൊണ്ട് തന്നെ നമ്മൾ നടക്കുമ്പോൾ ആ ഒരു നോയിസ് കൂടുതലായിരിക്കും നടക്കുമ്പോൾ. പല വീടുകളുടെയും മുകളിലായിട്ട് കുറെ സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലം ഉണ്ടാകും. 3 ബെഡ്റൂം ഹൗസ് ആണെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് 5 ബെഡ്റൂം ആക്കി മാറ്റാവുന്നേ ഉള്ളൂ. നമ്മൾ വീട് റിനോവേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ന്യൂലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള വീടുകൾ വാങ്ങുക തന്നെയാണ്. ഈ പ്രധാന സിറ്റികളിലൊക്കെ വീടുകൾ ലഭ്യമല്ലെങ്കിൽ പുതിയ വീടുകളൊക്കെ പലപ്പോഴും കിട്ടാറില്ല. ആ സമയത്ത് നമുക്ക് ഇതുപോലെ നിർമ്മിച്ച പഴയ വീടുകൾ വാങ്ങി അത് നമുക്ക് റിനോവേറ്റ് ചെയ്ത് നമ്മളുടെ രീതിയിൽ അതിനെ മാറ്റി നിർമ്മിക്കുകയാണ് ഏറ്റവും നല്ലത്. ഇത്രയും വർഷത്തിനിടയ്ക്ക് നമ്മൾ ഈ വീട് പലതവണ റിനോവേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഏകദേശം 2 ലക്ഷം പൗണ്ടിലധികം നമുക്ക് ചെലവ് വന്നു.
എല്ലാ ഏരിയകളും നമുക്ക് പുതുതായിട്ട് നിർമ്മിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ വർക്കേഴ്സിന്റെ ഡെയിലി വേജസ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. ഇപ്പോൾ ഒരു ദിവസം ജോലി ചെയ്യുന്നതിന് ശരാശരി 200 പൗണ്ടെങ്കിലും ഒരാൾക്ക് കൊടുത്താൽ മാത്രമാണ് ഒരാൾക്ക് ഒരു പ്രൊഫഷനിൽ വന്ന് ജോലി ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇന്ത്യൻ രൂപയിലാണെങ്കിൽ അത് 20,000 രൂപയാണ്. അത്രയധികം ദിവസക്കൂലിയുള്ള ഒരു രാജ്യമായതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാലും മെറ്റീരിയലിന് അധികം കോസ്റ്റ് ഇല്ല, പക്ഷെ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനാണ് അതിനേക്കാൾ കൂടുതൽ ചിലവ്. നമ്മൾ ഈ ഡോറുകളൊക്കെ മാറ്റി പിടിപ്പിച്ച സമയത്ത് 7 പഴയ ഡോറുകൾ നമ്മൾ മാറ്റി പുതിയ ഡോറുകൾ വാങ്ങേണ്ടി വന്നു. ആ ഡോറിനേക്കാളും കൂടുതൽ ക്യാഷാണ് ആ ഡോർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് നമുക്ക് നൽകേണ്ടി വന്നത്. ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. ഇപ്പോ നമ്മളിവിടെ വന്നതിന് ശേഷം ലണ്ടൻ പോലുള്ള സ്ഥലത്ത് വീട് വാങ്ങാനായിട്ട് പലപ്പോഴും പലരും മടിക്കാറുണ്ട്. എന്നാൽ ലണ്ടനിൽ ഞാൻ അഡ്വൈസ് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റികളിൽ തന്നെ വീട് വാങ്ങുകയാണ് ഏറ്റവും നല്ലത്. നമുക്ക് വീടിന്റെ വാല്യൂ അതനുസരിച്ച് വർദ്ധിക്കും. 7 വർഷം മുൻപ് നമ്മൾ വീട് വാങ്ങിയപ്പോഴുള്ള റേറ്റ് അല്ലേ ഇപ്പൊ ഏകദേശം ഇരട്ടിയോളം വർദ്ധിച്ചു. ചുറ്റുവട്ടത്തുള്ള ഫെസിലിറ്റികളൊക്കെ കൂടുന്നതനുസരിച്ച് നമ്മുടെ വീടിന്റെ വാല്യൂവും അതനുസരിച്ച് വർദ്ധിക്കുകയാണ് ചെയ്യുക. അപ്പൊ നമ്മൾ മോർഗേജ് അടയ്ക്കുന്നതിന് വേണ്ടി ഇപ്പൊ ആദ്യമേ എന്റെ ഒരു പ്രധാനപ്പെട്ട പ്ലാൻ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം UK തന്നെ പരമാവധി ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പൊ വീട് വാങ്ങുകയാണെങ്കിൽ വീടിന്റെ കടം എത്രയും വേഗം തന്നെ അടച്ചു തീർക്കുക. അതിനുശേഷം നമ്മൾ ഫ്രീ ആവുക. ഇപ്പൊ പലപ്പോഴും പലർക്കും പറ്റുന്ന ഒരു കാര്യം, ഒരു വീട് വാങ്ങിയതിനു ശേഷം അവർ കൂടുതൽ വീട് വാങ്ങി അവർ കൂടുതൽ കടത്തിലോട്ട് പോവുകയാണ് പലപ്പോഴും ചെയ്യുക. ഒരു തരത്തിൽ അത് നല്ലൊരു കാര്യമാണ്, നമുക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. പക്ഷെ അവർക്ക് ആ ജീവിതകാലം മുഴുവൻ അവർ വലിയൊരു കടത്തിലോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുക. വീടിന്റെ ഒരു കാര്യത്തിൽ UK ഒരു സിസ്റ്റം അനുസരിച്ച് നമ്മളൊരു വീട് വാങ്ങിക്കഴിഞ്ഞാൽ അത് റീമോർഗേജ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അത് 3 വർഷത്തേക്കാണ് നമ്മൾ മോർഗേജ് എടുത്തിട്ടുള്ളതെങ്കിൽ ആ 3 വർഷം കഴിഞ്ഞ് വീണ്ടും നമ്മൾ എല്ലാ ഡോക്യുമെന്റുകളും സബ്മിറ്റ് ചെയ്തുകൊണ്ട് വീണ്ടും വീടിന്റെ ലോൺ റിന്യൂ ചെയ്യേണ്ടി വരും. ആ സമയത്ത് നമുക്ക് ജോലി ഉണ്ടായിരിക്കണം, പേ സ്ലിപ്പ് വേണം, നമുക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുമെന്നുള്ള ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കാണിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമുക്ക് പാർട്ട് ടൈം ആയി ജോലി ചെയ്യാനോ അതല്ലെങ്കിൽ നമുക്ക് ഫ്രീ സമയത്ത് മാത്രം ജോലി ചെയ്യാനുള്ള ഓപ്ഷനുകളൊക്കെ ഇല്ലാതാവുകയാണ് ചെയ്യുക. ഇപ്പോൾ 7 വർഷം കൊണ്ട് തന്നെ നമുക്ക് മോർഗേജ് അടച്ചു തീർക്കാൻ പറ്റിയത് തീർച്ചയായിട്ടും നിങ്ങൾക്കും പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ഒരാളുടെ ക്യാഷ് എപ്പോഴും സേവ് ചെയ്യുക. പലപ്പോഴും പലർക്കും പറ്റാറുള്ളത് നാട്ടില് വലിയ വീട് നിർമ്മിക്കുകയും അതിന്റെ കടമുണ്ടാകും, അതുകൂടാതെ മറ്റ് പല ലോണുകൾ എടുക്കുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയാണ് പലപ്പോഴും പലരും സാമ്പത്തിക ബാധ്യതകളിലോട്ട് വരിക. കടങ്ങളൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ തന്നെയാണ് നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു ഹാപ്പിനെസ് നമുക്ക് ഉണ്ടാവുക. നമ്മുടെ പ്രധാന റൂമുകളിലൊക്കെ കാർപ്പറ്റ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എപ്പോഴും നല്ലൊരു ചൂട് നിലനിർത്തുന്നതിന് വേണ്ടി കാർപ്പറ്റ് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. ലണ്ടനിൽ നമ്മൾ വീട് വാങ്ങി നമുക്ക് മറ്റൊരു ഫ്ലോർ കൂടി നിർമ്മിച്ച് 3 ബെഡ്റൂം ഹൗസ് 5 ബെഡ്റൂം ആക്കി മാറ്റാനും പറ്റി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും സാധിക്കും. അതിനുള്ള ഫൈനാൻഷ്യൽ പ്ലാനിങ് നമ്മൾ ചെയ്താൽ മതി. പ്രത്യേകിച്ചും NHS ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരാണ് ബഹുഭൂരിപക്ഷം പേരും. 2 പേര് ജോലി ചെയ്യുമ്പോൾ ഒരാളുടെ സാലറി സേവ് ചെയ്യാം. ആ ക്യാഷ് ഉപയോഗിച്ച് നമ്മളുടെ വീടിന്റെ കടം എത്രയും വേഗം തന്നെ തീർക്കുകയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളതും. ഇപ്പൊ പലരും പറയാറുള്ള ഒരു കാര്യമാണ്, ലണ്ടനിൽ വലിയ എക്സ്പെൻസീവ് ആണ് നമ്മൾ വീട് വാങ്ങുകയാണെങ്കിൽ അതല്ലെങ്കിൽ റെന്റിന് താമസിക്കുകയാണെങ്കിൽ. ഇപ്പൊ കൺട്രി സൈഡ് ഏരിയകളിലൊക്കെ ആണെങ്കിൽ, ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ റെന്റ് തീരെ കുറവാണ്. ഒരു സ്റ്റുഡിയോ ഫ്ലാറ്റ് നമുക്ക് കൺട്രി സൈഡ് ഏരിയകളിൽ 600-700 പൗണ്ടിന് കിട്ടുമെങ്കിൽ ലണ്ടനിൽ അത് തീർച്ചയായിട്ടും 1300-1400 പൗണ്ട് ആയിരിക്കും. എന്നാൽ ലണ്ടനിൽ നമുക്ക് ഹൈ കോസ്റ്റ് ലിവിങ് എക്സ്പെൻസ് അഡീഷണൽ ആയിട്ട് നമുക്ക് സാലറിയോട് കൂടി ലഭിക്കും. ആ ഒരു എക്സ്പെൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ അധികമായി വരുന്ന റെന്റ് ഈസി ആയിട്ട് നമുക്ക് മീറ്റ് ചെയ്യാനും ലണ്ടനിൽ താമസിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ല. അത് മാത്രമല്ല, നമുക്ക് സിറ്റി ലൈഫൊക്കെ എൻജോയ് ചെയ്യുന്നതിന് വേണ്ടി പബ്ലിക് ട്രാൻസ്പോർട്ടുകളാണെങ്കിലും 24 അവേഴ്സ് ലണ്ടനിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ട്. നമ്മുടെ വീടിന് തൊട്ടടുത്ത് തന്നെ ഉള്ള ട്രെയിൻ സ്റ്റേഷനിലാണെങ്കിലും ബസ് സ്റ്റേഷനുകളിലാണെങ്കിലും രാത്രി മുഴുവനും ഇപ്പൊ 24 മണിക്കൂറും സർവീസുകളുണ്ട്. നമുക്ക് എവിടെ പോകണമെങ്കിലും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെല്ലാവുന്ന രീതിയിലുള്ള ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ് എല്ലാം ഉള്ളത്. അപ്പൊ മറ്റൊരു പുതിയ വീഡിയോയുമായി താമസിയാതെ തന്നെ വീണ്ടും കാണാം.